ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും വിൻ്റർ തുടങ്ങി. അപ്പോൾ എല്ലാവരും സ്കിന്നിൽ നമുക്ക് അതായത് വിൻ്റർ ടൈമിൽ ഭയങ്കര ഡ്രൈനെസ് ഒക്കെ കാണാൻ പറ്റും. നമുക്ക് തൊട്ടാൽ തന്നെ അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്കിൻ നോക്കും, പിന്നെ അതേപോലെ ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഒക്കെ നോക്കും. പക്ഷെ നമ്മൾ മിസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മുടി. നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല വിൻ്റർ ടൈമിൽ നമ്മുടെ മുടിക്ക് എന്താ സംഭവിക്കുന്നത്. കാരണം തൊടുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും, നല്ലൊരു ഒരു ഭംഗിയായിരിക്കും വിൻ്ററിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടി കാണാൻ ആക്ച്വലി. പക്ഷേ അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. ഇല്ലെങ്കിൽ വിൻ്റർ കഴിയുമ്പോഴത്തേനും നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആവാൻ തുടങ്ങും, ഭയങ്കര ഹെയർ ഫോൾ വരാൻ തുടങ്ങും, സ്പ്ലിറ്റൻസ് വരാൻ തുടങ്ങും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും നമ്മുടെ മുടിയിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് നമ്മൾ വിൻ്റർ ടൈമിൽ നമ്മുടെ ഹെയർ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സാണ്, സിമ്പിൾ ടിപ്സാണ്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ടിപ്സൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, ആ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ ടൈമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചൂടുവെള്ളത്തിൽ കുളിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ മേല് കുളിക്കാം, തല ഒരിക്കലും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല, തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടീനെ ഡ്രൈ ആക്കാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ല, അങ്ങനെയല്ല, നമ്മുടെ മുടീനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും ഈ ഹോട്ട് വാട്ടർ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഒരു ലൂക്ക് വാം വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഒരു തണുപ്പ് മാറ്റാൻ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തലത്തേക്ക് ഒഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ മൊത്തത്തിൽ ചൂടുവെള്ളം തലയിൽ ഒഴിക്കാൻ പാടില്ല. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി തല കുളിക്കാൻ പാടില്ല. തണുത്ത വെള്ളമാണ്. അങ്ങനെ നമുക്കറിയില്ല, ഡെയിലി നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ കൈ എത്രമാത്രം ഡ്രൈ ആവുമെന്ന്. അതേപോലെ തന്നെ നമ്മുടെ മുടിയും ഇല്ലെങ്കിൽ സ്കാൽപ്പും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. എന്നിട്ട് അത് കാരണം നമുക്ക് എന്തു പറ്റും, ഡാൻഡ്രഫ് ഉണ്ടാവാനും ഫ്ലേക്സും ഒക്കെ, അതായത് ഒത്തിരി ഡ്രൈ ആയിട്ട് ഇച്ചിങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഡാൻഡ്രഫ് ഉണ്ടാവാൻ തുടങ്ങും. അതിൻ്റെ കൂടെ തന്നെ മുടി കൊഴിയാനും തുടങ്ങും. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് നിങ്ങൾ തല കുളിക്കുന്നതുകൊണ്ട് ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ജലദോഷവും പനിയും എല്ലാം ഒന്ന് കുറയ്ക്കുകയും ചെയ്യാം. ചിലവരുണ്ടാവും ഡെയിലി കുളിക്കണം, അങ്ങനെ ആഗ്രഹികൾ കുളിക്കാം. പക്ഷേ എന്തായാലും നന്നായിട്ട് ഉണക്കണം കേട്ടോ, അല്ലാതെ അങ്ങനെ നനഞ്ഞ മുടി അങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്യണം. നമുക്ക് തോന്നും മുടി ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒരു ഫീലൊക്കെ ഉണ്ടാവും ഈ വിൻ്റർ ടൈമിൽ. ബട്ട് നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈനെസ്സും ആ ഒരു ഡാൻഡ്രഫ് വരുന്ന പ്രശ്നങ്ങളും, ഇല്ലെങ്കിൽ ഹെയർ ഫോൾ പോലത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്കാൽപ്പ് ഒരുമാതിരി ഇച്ചിങ്, ഒരു ഭയങ്കര ചൊറിച്ചിൽ, അതുപോലെയൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എണ്ണ എന്തായാലും തേക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഷാമ്പു ഇടുന്ന കാര്യം. ഷാമ്പു ഇടാം നമുക്ക്, പക്ഷേ നിറയെ ഷാമ്പു മാത്രം ഇട്ടുകൊണ്ട് വിടരുത്. നമ്മൾ എന്തായാലും ഒരു കണ്ടീഷണർ യൂസ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ഷാമ്പൂസ് യൂസ് ചെയ്യാം, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. താളികൾ യൂസ് ചെയ്യാം, പക്ഷേ അതിലെല്ലാം നമ്മൾ അലോവേര എന്നുള്ളൊരു കണ്ടന്റ് നമ്മൾ എന്തായാലും ആഡ് ചെയ്യണം. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ്. സപ്പോസ് നിങ്ങൾ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു കണ്ടീഷണർ എപ്പോഴും എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ കണ്ടീഷണർ എന്തായാലും ഈ വിൻ്റർ ടൈമിൽ യൂസ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈനെസ് ആണ് മെയിൻ പ്രശ്നം ഈ വിൻ്ററിൽ. സോ അതിനെയൊക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് മുടിക്ക് ഒരു എക്സ്ട്രാ കോട്ടിംഗ് ആണ് നമ്മൾ ഈ കണ്ടീഷണർ കൊണ്ട് കൊടുക്കുന്നത്. അത് സ്മൂത്തും സോഫ്റ്റും ആക്കി വെക്കും നമ്മുടെ മുടീനെ. ഓക്കെ, അപ്പോൾ നാച്ചുറൽ തിങ്സ് ആണ് യൂസ് ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ എന്തായാലും അലോവേര കൊണ്ടുള്ളൊരു ഹെയർ പാക്കോ അല്ലെങ്കിൽ താളിയിൽ അലോവേര എന്തായാലും ആഡ് ചെയ്യണം. ഓക്കെ, അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി നന്നായിട്ട് കഴുകുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് ഉണക്കണം. ഡ്രയർ വെച്ചൊന്നും ഉണക്കാൻ പാടില്ല. നല്ല കാറ്റിൽ ഫാൻ്റെ അടിയിൽ നിന്നിട്ടോ, അല്ലെങ്കിൽ ഡ്രയറിൽ തന്നെ കൂൾ കാറ്റ് വരുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ആക്കിയിട്ട് നമുക്ക് മുടി ഉണക്കാം. പക്ഷെ നന്നായിട്ട് ഉണക്കണം, ഇല്ലെങ്കിൽ ആ നനഞ്ഞ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഓൾറെഡി തണുപ്പാണ്. പിന്നെ നമുക്ക് കായം, അങ്ങനെ ഒരുമാതിരി മുടിക്കായ എന്നൊക്കെ പറയില്ല, അതുപോലെ വരും. അത് വന്നു കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോവും, നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത് പോവും, പിന്നെ നാറ്റം സഹിക്കാൻ പറ്റില്ല. അടുത്ത് വല്ലവരും വന്ന് നിന്ന് കഴിഞ്ഞാൽ മുടിക്ക് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും, ഒരു വൃത്തികെട്ട സ്മെല്ലായിരിക്കും. സോ മാക്സിമം നന്നായിട്ട് മുടി ഉണക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിം ചെയ്യണം. കാരണം നമുക്ക് മുടിയുടെ അറ്റം ഡ്രൈ ആയി സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസസ് നിറയുണ്ട് വിൻ്റർ ടൈമിൽ, കാറ്റും ഈ മഞ്ഞും ഒക്കെ ഉള്ള കാരണമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്യണം. അതെന്തായാലും മറക്കരുത്. വിൻ്റർ തുടങ്ങുന്നതിന് മുന്നേയും വിൻ്റർ കഴിഞ്ഞ ശേഷവും നമ്മൾ എന്തായാലും ട്രിം ചെയ്യണം. എന്നാൽ മാത്രമേ മുടി വളരുള്ളൂ. അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ മുടിയുടെ തിക്നെസ് കുറയും. കാരണം മുടി ഇങ്ങനെ
ഒരു മുടീനെ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കുകയാണ്. സോ നമ്മുടെ മുടിയുടെ തിക്നെസ് പോകും. ഓക്കെ, അപ്പം അത് കാരണം ട്രിം ചെയ്യാൻ മറക്കരുത് ബിഫോർ ആൻഡ് ആഫ്റ്റർ വിൻ്റർ സീസൺ. ഓക്കെ, പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ഡയറ്റും നമ്മുടെ ബോഡിയെ നമ്മൾ നന്നായി ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അതായത് നിറയെ വെള്ളം കുടിക്കുക. അതേപോലെ ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും ശരി, ഡയറ്റ് ആണെങ്കിലും ശരി, നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡ് അല്ലെങ്കിൽ ഒരു ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മൾ വെള്ളം എന്തായാലും കുടിക്കണം. നിറയെ വെള്ളം, തണുപ്പാണ്, വെള്ളം കുടിക്കുന്നത് മാക്സിമം നമ്മൾ കുറയ്ക്കും. പക്ഷേ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും ഒത്തിരി നല്ലതാണ്. ഓക്കെ, അതേപോലെ തന്നെ നല്ല വെൽ ബാലൻസ്ഡ് ഡയറ്റ്, കറക്റ്റായിട്ടുള്ള ഡയറ്റ്, എണ്ണ ഒത്തിരി കഴിക്കാതെ അല്ലെങ്കിൽ ഒത്തിരി സ്പൈസി ഫുഡ് കഴിക്കാതെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് ഓക്കെ, അതുപോലൊരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം ഈ വിൻ്റർ ടൈമിൽ. സോ മാക്സിമം നമ്മുടെ ഹെയറിൻ്റെയും ഹെൽത്തിൻ്റെയും സ്കിന്നിൻ്റെയും ഒക്കെ പ്രോബ്ലംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ വിൻ്റർ ടൈമിൽ ഹെയർ മാസ്കുകൾ യൂസ് ചെയ്യണം. എന്തായാലും വീക്ക്ലി വൺസ് മതി, യൂസ് ചെയ്താൽ മതി. ഡെയിലി യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഹെയറിനെ ഈ വിൻ്റർ സീസണിലും ഈ കൊടും തണുപ്പൊന്നും കാറ്റുന്നൊക്കെ നമ്മുടെ മുടീനെ ഒത്തിരി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഓക്കെ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാ വെച്ചാൽ കുറേ പ്രോട്ടീൻ ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ നമുക്ക് വേറെ ഹെയർ മാസ്കോ ഇല്ലെങ്കിൽ ഒത്തിരി തിരക്കുള്ള ആൾക്കാർ വെറുതെ ഹണി മാത്രം, തേൻ മാത്രം നമ്മുടെ മുടിയുടെ അറ്റം മുതൽ, അതായത് റൂട്ട് മുതൽ നമ്മുടെ മുടിയുടെ അറ്റം വരെ അപ്ലൈ ചെയ്യുക. 10-15 മിനിറ്റ് അപ്ലൈ ചെയ്യുക, വാഷ് ചെയ്ത് കളയാം. തേനിന് ഒരു നാറ്റോ ഒന്നുമില്ല, നോർമൽ വാഷ് മതി. ഇല്ലെങ്കിൽ ഒരു താളിയോ അല്ലെങ്കിൽ ഒരു ഷാമ്പുവോ, മൈൽഡ് ഷാമ്പുവോ വല്ല യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ വെറുതെ വാഷ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഉച്ചയിൽ മാത്രം എണ്ണ തേച്ചിട്ട് അല്ലെങ്കിൽ സ്കാൽപ്പിലൊക്കെ ലൈറ്റായിട്ട് എണ്ണ തേച്ചിട്ട് ഈ ഹണിയിൽ തന്നെ നമ്മുടെ മുടീനെയും ഇല്ലെങ്കിൽ സ്കാൽപ്പിനെയൊക്കെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഒത്തിരിയിലെയും ഒരു നന്നായിട്ട് ഡ്രൈ ആക്കാതിരിക്കാനും ഈ ഹെൽപ്പ് ചെയ്യും ഈ ഹണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹണി മാത്രം മതി നമ്മുടെ മുടി പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാനും. ഓക്കെ, സോ മുടിയുടെ അറ്റത്ത് മുതൽ എൻഡ് വരെ, അതായത് റൂട്ട് മുതൽ എൻഡ് വരെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഹണി മാത്രം മതി, വേറെ ഒന്നും ഇല്ലെങ്കിലും മതി, കുഴപ്പമില്ല. ഹണി അപ്ലൈ ചെയ്യുക, നന്നായിട്ട് 10 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ചെറിയ ചൂടുവെള്ളം, വളരെ ചെറിയ ചൂടുവെള്ളത്തിൽ, ഓക്കെ, ഒത്തിരി ചൂടാവരുത്. ഇല്ലെങ്കിൽ തണുത്ത വെള്ളം ആയാലും മതി. നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. വീക്ക്ലി വൺസ് ചെയ്താൽ മതി. ഹെയറിന് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഒത്തിരി യൂസ്ഫുൾ ആവും. കാരണം പ്രത്യേകിച്ച് ഈ വിൻ്റർ ടൈമിൽ നമ്മൾ എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് മുടി എന്ന് പറയുന്നത്. സ്കിന്ന് നമുക്ക് ഫീൽ ചെയ്യാം, തൊട്ട് കഴിഞ്ഞാൽ അറിയും, ഡ്രൈ ആയി, ഇച്ചിരിക്കുമ്പോൾ അവിടെയൊക്കെ വലിയുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഫേസിന് അതിൻ്റേതായ രീതി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യലും ഇല്ലെങ്കിൽ ഫേസ് പാക്ക് യൂസ് ചെയ്യലും ഒക്കെ ചെയ്യും. പക്ഷെ മുടീനെ നമ്മളെപ്പോഴും മറന്നു കളയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ വിൻ്റർ ഇതേപോലത്തെ ടിപ്സ് എല്ലാം, ഈ ടിപ്സുകളൊക്കെ നന്നായി നോക്കി നിങ്ങൾ മുടീനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളുടെ മുടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആഫ്റ്റർ വിൻ്റർ ഇല്ലെങ്കിൽ ബിഫോർ വിൻ്ററിനും നിങ്ങളുടെ മുടി എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഉണ്ടാവും. മുടി വളരെയുള്ളൂ, കുറച്ചും കൂടെ ബ്ലാക്ക് ആൻഡ് തിക്ക് ഷൈനിങ് ആവും ഇത്രയും ടിപ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ അടുത്ത വീഡിയോയിൽ വിൻ്റർ ടൈമിൽ എന്തൊക്കെ ഐറ്റംസാണ് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അടുത്തായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.